എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വീഡിയോ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് വിജയുടെ ഗോട്ട് എന്ന മൂവി റിലീസായിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത്. ചിത്രം എങ്ങനെയുണ്ട്? ചിത്രം വളരെ മോശമാണോ? അതോ സോഷ്യൽ മീഡിയയിലൊക്കെ വെങ്കിട്ട് പ്രഭു ചതിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? പടം എങ്ങനെയുണ്ടെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രൈബും എനിക്ക് അത്ര വലിയ സപ്പോർട്ടാണ്. കൂടാതെ താഴെയുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആദ്യമേ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരിക. എൻ്റെ പുതിയ ചാനലാണ്, ഒന്ന് പച്ച പിടിച്ച് വരാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കുക. അപ്പോൾ നമുക്ക് ഗോട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഇതിലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഞാൻ ഏറ്റവും അവസാനം പറയാം. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. സിനിമ കണ്ടതിന് ശേഷം ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ആദ്യം ഒന്ന് പറയുന്നത്. അതിനുശേഷം എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ലെന്നും തരക്കേടില്ലാത്ത സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണെന്നും രണ്ട് അഭിപ്രായങ്ങളാണ് ആദ്യ മണിക്കൂറുകളിൽ കേൾക്കുന്നത്. സിനിമ ശരാശരി മാത്രമാണെങ്കിലും വിജയ് പ്രകടനം കൊണ്ട് ഞെട്ടിച്ചെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. വിജയ് എന്ന സൂപ്പർ താരത്തിന്റെ പ്രകടനം കൊണ്ട് മാത്രം ഗോട്ട് രക്ഷപ്പെടുന്നില്ല. ശരാശരിയിൽ ഒതുങ്ങി ആദ്യ പകുതി പ്രേക്ഷകരെ മുഷിപ്പിക്കുന്നു. തിരക്കഥയാണ് സിനിമയ്ക്ക് തിരിച്ചടിയായതെന്ന് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ചില ആക്ഷൻ രംഗങ്ങൾ ഒഴികെ മറ്റൊന്നും എടുത്തു പറയാനില്ലെന്നും കണ്ടു ശീലിച്ച തമിഴ് പടങ്ങളുടെ ടെംപ്ലേറ്റ് തന്നെയാണെന്നും മറ്റൊരു പ്രേക്ഷകൻ എക്സ് പ്ലാറ്റ്ഫോമിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ദളപതിയുടെ പ്രകടനം മാത്രം കാണാൻ ടിക്കറ്റ് എടുക്കാമെന്ന് പറയുന്നവരും ഉണ്ട്. സ്ഥിരതയില്ലാത്ത തിരക്കഥയാണെന്നും ചിലർ പറയുന്നുണ്ട്. പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പാകത്തിന് ഒന്നുമില്ല സിനിമയിലെന്ന് പറയുന്നവരുമുണ്ട്. വിജയ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്, എന്നാൽ തിരക്കഥയും സംവിധാനവും നിരാശപ്പെടുത്തിയെന്ന അഭിപ്രായമുള്ളവരും സോഷ്യൽ മീഡിയയിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ ആണെങ്കിൽ പോലും സിനിമ വമ്പൻ ഹിറ്റാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോഴും പലയിടത്തും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. കാര്യം വേറൊന്നുമല്ല, വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ പടം കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത പടം കൊണ്ടോ പുള്ളി നിർത്തുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ അവസാനത്തിന് തൊട്ട് മുമ്പുള്ള പടമായിരിക്കും ഇത്, അല്ലെങ്കിൽ ഇത് അവസാനത്തെ പടമായിരിക്കും. അപ്പോൾ ഒരു വിജയ് ചിത്രം തിയേറ്ററിൽ പോയി ഇനി അടുത്ത കാലത്തൊന്നും കാണാൻ കഴിയില്ലെന്ന് കരുതുന്നവർ വിജയുടെ ഒരു ചിത്രം കാണാനുള്ള ആവേശത്തിൽ തിയേറ്ററിൽ ഇടിച്ചു കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ കയറാം. പക്ഷേ ഒരു മികച്ച സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായം കൂടെ നിങ്ങളോട് പറയാം. വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ആവറേജ് അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. അവർ തീർച്ചയായിട്ടും വിജയ് ഫാൻസാണ് ഈ ആവറേജ് അഭിപ്രായം പറയുന്നത്. വിജയ് ഫാൻസ് ആവറേജ് അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ വിജയുടെ പടങ്ങൾ ഒരു ആവറേജ് ആണെങ്കിൽ പോലും വിജയ് ഫാൻസ് അത് സൂപ്പറാണ്, കിടിലം പടമാണ്, ഇത് തിയേറ്റർ കത്തിക്കും എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും വെളിയിലിറങ്ങിയിട്ട് പറയുന്നത്. അങ്ങനെയുള്ള വിജയ് ആരാധകർ പോലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വിജയുടെ അഭിനയം കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിന് കമൻറ്റുകൾ പറയുന്നത്. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം പടം കൂറപ്പടമാണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ അതിനകത്ത് ഇത് 3 മണിക്കൂറോളം ഉണ്ട്. ഈ 3 മണിക്കൂറിൽ നമ്മൾ അതിനകത്ത് ഇരുന്ന് എന്തെങ്കിലും വേണ്ടേ? സാധാരണ ഒരു വിജയ് പടങ്ങൾ സാധാരണ വരുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും രക്ഷകൻ റോള്, അല്ലെങ്കിൽ തങ്കച്ചിപ്പാസം, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വിജയ് പടത്തിന് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വിജയ് ആരാധകരെ തൃപ്തിപ്പെടുത്താനുള്ള കുറച്ച് രോമാഞ്ചിഫിക്കേഷൻ കാര്യങ്ങളും വിജയുടെ ചെറിയ ചെറിയ സ്റ്റൈൽ പരിപാടികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഇതിനകത്ത് അതൊന്നും ഇല്ലെന്നുള്ളതാണ്. അതൊന്നും വന്നതുപോലും വർക്കൗട്ട് ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ ഇതിൻ്റെ മ്യൂസിക് എടുത്ത് പറയുവാണെങ്കിൽ വെറും കൂറ മ്യൂസിക്. ഇത്രയും ഫ്ലോപ്പ് മ്യൂസിക് ഈ അടുത്ത ഒരു വിജയ് പടത്തിലും കണ്ടിട്ടില്ല. ഈ അടുത്ത സമയത്തൊക്കെ വിജയുടെ ഇറങ്ങിയ പടത്തിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും മ്യൂസിക്കുകളും ഒക്കെ നല്ലതായിരുന്നു. ഇതിനകത്തിൽ ഒരു കാര്യമില്ലാത്ത മാസ് സീനിലൊക്കെ ഒരുമാതിരി കോമഡി സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് മനുഷ്യൻ ചിരിക്കും. മാസ് സീനിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ സോങ്ങുകളും ഒരു കാര്യമില്ലാതെ അവിടെ ഇവിടെയൊക്കെ കുറേ സോങ് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ വിജയുടെ കഥാപാത്രത്തിൻ്റെ പേര് MS ഗാന്ധി എന്നാണ്. ഒരു ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഏജൻ്റാണ്, അതെ, ഫീൽഡ് ഏജൻറ്റ്. അങ്ങനെ ഒരു കഥാപാത്രമാണ് വിജയ് ചെയ്യുന്നത്. കൂടാതെ വിജയുടെ മകനും വിജയ് തന്നെയാണ് കേട്ടോ, ജീവൻ, അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിലർ ഇറങ്ങിയപ്പോഴേ, അല്ലെങ്കിൽ ആ പാട്ട് ഇറങ്ങിയപ്പോഴത്തേക്കേ പറഞ്ഞായിരുന്നു ഇത് മറ്റേ അമൽ ഡേവിസിനെ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ് ട്രോൾ ഇറങ്ങിയായിരുന്നു. അത് നശിപ്പിച്ച് കളഞ്ഞത് AI സാങ്കേതിക വിദ്യ കൊണ്ട് എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്. അതേതെങ്കിലും ഒരു യുവതാരത്തിന് കൊടുത്താൽ മതിയായിരുന്നു ആ ഒരു റോള്. അതെന്തുകൊണ്ട് അവർ കൊടുത്തില്ല? കൂടുതൽ ടൈം സിനിമയിൽ ആ ഒരു ക്യാരക്ടറിന് കുറച്ച് ടൈം വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും വിജയുടെ ടൈം അപ്പോൾ കുറയും. ഈ ഒരു ക്യാരക്ടറിന് കുറേ സമയം കൊടുക്കുമ്പോൾ അതുകൊണ്ടായിരിക്കാം അത് വിജയ് തന്നെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പടത്തെക്കുറിച്ചുള്ള ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇനി വിജയുടെ ഒരു പടം കാണുന്ന ഒരു പക്ക വിജയ് ആരാധകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അതിൽ എൻജോയ് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ.
അല്ലാതെ ഒരു സാധാരണ ഒരു നല്ല സിനിമ കാണാൻ പോകുന്ന ഒരു പ്രേക്ഷകൻ, അല്ലെങ്കിൽ നല്ലൊരു തമിഴ് സിനിമയാണെങ്കിലും തമിഴ് സിനിമ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സിനിമയുണ്ട്. ഇപ്പോൾ ലിയോ ഒക്കെ തന്നെ വിജയുടെ അവസാനം ഇറങ്ങിയ അടിപൊളി സിനിമയായിരുന്നു. അതുപോലെയൊക്കെയുള്ള നല്ല സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒന്നുമില്ല, ഇടി അടി വെടി പുക, പിന്നെ ചുമ്മാതെ കുറേ കോമാളിത്തരങ്ങൾ. പിന്നെ ജയറാം ഏട്ടനൊക്കെ ഉണ്ട് ഇതിൽ, പ്രഭുദേവയുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് പിന്നെ കുറച്ച് സമയത്തൊക്കെ കുറച്ചൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, ഇപ്പം വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇനി വിജയുടെ പടങ്ങൾ തിയേറ്ററിൽ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടൊരു വിജയുടെ സിനിമ കാണാൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് പോവാം. പിന്നെ നിങ്ങളൊരു വിജയ് ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് പോയാൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ എൻജോയ്മെൻറ്റ് കിട്ടും. അല്ലാതെ കൊണ്ട് നിങ്ങൾ ഒരു നല്ല സിനിമ കാണാൻ പോകാനാണെങ്കിൽ ഇതിനൊരു കാരണവശാലും ടിക്കറ്റ് എടുക്കരുത്. അത്ര ഫ്ലോപ്പ് സാധനം. പിന്നെ എന്തായാലും ഇത്രയൊക്കെ ഉള്ളടേ. പിന്നെ എന്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിജയ് ആരാധകർ തന്നെ എന്നെ ചീത്ത വിളിക്കാൻ നിൽക്കണ്ട. ഞാനും വിജയുടെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെ. ആരാധകനാന്ന് കരുതി ആരാധകരും ഇല്ലേടേ. ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം അവനെ എൻ്റർടൈൻ ചെയ്യിക്കണ്ടേ, അങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ടേ. എന്തായാലും അണ്ണൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതല്ല, ഇതുപോലുള്ള ബോംബ് സാധനങ്ങളും കൊണ്ട് മനുഷ്യനെ വെറുതെ മെനക്കെടുത്തത്തില്ലല്ലോ. ആൾക്കാരൊക്കെ 4 മണിക്കും 3 മണിക്കും ഒക്കെ എഴുന്നേറ്റ് പടം കാണാൻ പോവുക. വിജയ് അണ്ണൻ്റെ പടമാണെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് കാണാൻ ചെന്ന് ഇരിക്കുന്നവനെ കോമാളിയാക്കി അവനെ പറ്റിക്കുന്ന ഇതുപോലുള്ള സാധനവും കൊണ്ട് അണ്ണൻ എന്തായാലും ഇനി ഉടനെ ഒന്നും ഇങ്ങോട്ട് വരില്ല. അണ്ണൻ രാഷ്ട്രീയത്തിൽ തന്നെ നിന്നു. അവിടെ തോറ്റാലും അണ്ണൻ അവിടെ തന്നെ വീണ്ടും അണ്ണൻ പ്രവർത്തിക്കണം. ഈ മാതിരി സാധനം കൊണ്ട് ഇനി ഉടനെ ഒന്നും ഇങ്ങോട്ടൊന്നും വരല്ല. ചുമ്മാതെ മനുഷ്യൻ്റെ സമയവും മെനക്കെടുത്ത് കാശും പോവും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും മറക്കാതെ ചെയ്യുക.